2 മണിയൊക്കെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അച്ഛൻ ഇരിക്കുന്നു പറഞ്ഞു, സിനിമ കണ്ടോ ധ്യാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടു. ഓടുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടും. എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ ഞാൻ ഒരു സീനേ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളൂ, അത് അതിൻ്റെ അവസാനത്തെ സീനാണ്. നിന്നെ ബോറടിപ്പിച്ചോ ആ സിനിമ ഫസ്റ്റ് ഹാഫ്? ഞാൻ പറഞ്ഞു ബോറടിപ്പിച്ചു. ലാഗ് ചെയ്തു ആ സിനിമ ചെയ്തു, പക്ഷെ അവസാനത്തെ 5 മിനിറ്റ് പിടിച്ച് നിർത്തിയോ നിന്നെ? നിർത്തി. അപ്പം അയാളുടെ ഒരു വിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കാരണം ഒറ്റ സീന് കൊണ്ടാണ് ആ സിനിമ നിൽക്കുന്നത്. കാരണം ഒറ്റ സീനിൽ മമ്മൂക്ക വന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞതോടുകൂടി ആ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറി. ഇതിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ മജീഷ്യൻ എന്ന് പറഞ്ഞ ഞാൻ തിരിച്ചറിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സൗണ്ടിലുള്ള ഇടർച്ചയൊന്നുമില്ല. അപ്പം അവരൊക്കെയാണ് ആർട്ടിസ്റ്റ്, അവരൊക്കെയാണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. അപ്പോൾ ഒരു സീന് കൊണ്ട് അങ്ങനെ ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി ഒരു 4 മാസം മുന്നേ പുള്ളി അത് കണ്ടിരുന്നെങ്കിൽ അയാൾ എന്തൊരു വിഷണറി ആയിരിക്കും. 2 മണിയൊക്കെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അച്ഛൻ ഇരിക്കുന്നു പറഞ്ഞു, സിനിമ കണ്ടോ ധ്യാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടു. ഓടുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടും. എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ ഞാൻ ഒരു സീനേ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളൂ, അത് അതിൻ്റെ അവസാനത്തെ സീനാണ്. നിന്നെ ബോറടിപ്പിച്ചോ ആ സിനിമ ഫസ്റ്റ് ഹാഫ്? ഞാൻ പറഞ്ഞു ബോറടിപ്പിച്ചു. ലാഗ് ചെയ്തു ആ സിനിമ ചെയ്തു, പക്ഷെ അവസാനത്തെ 5 മിനിറ്റ് പിടിച്ച് നിർത്തിയോ നിന്നെ? നിർത്തി. അപ്പം അയാളുടെ ഒരു വിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കാരണം ഒറ്റ സീന് കൊണ്ടാണ് ആ സിനിമ നിൽക്കുന്നത്. കാരണം ഒറ്റ സീനിൽ മമ്മൂക്ക വന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞതോടുകൂടി ആ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറി. ഇതിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ മജീഷ്യൻ എന്ന് പറഞ്ഞ ഞാൻ തിരിച്ചറിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സൗണ്ടിലുള്ള ഇടർച്ചയൊന്നുമില്ല. അപ്പം അവരൊക്കെയാണ് ആർട്ടിസ്റ്റ്, അവരൊക്കെയാണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. അപ്പോൾ ഒരു സീന് കൊണ്ട് അങ്ങനെ ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി ഒരു 4 മാസം മുന്നേ പുള്ളി അത് കണ്ടിരുന്നെങ്കിൽ അയാൾ എന്തൊരു വിഷണറി ആയിരിക്കണം.